ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടരുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി ഇന്ന് മറുപടി നൽകും. ക്യാൻസറിനെതിരെ പോരാട്ടം ശക്തമാക്കാമെന്ന സന്ദേശവുമായി ഇന്ന് ലോക അർബുദ ദിനം. ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന് മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ജനതയാണ് ഭാവിക്കു വേണ്ടി വനവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. പട്ടികവർഗ യുവജന സമ്പർക്ക പരിപാടി തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന്റെ വില ആദ്യമായി 62,000 രൂപ കടന്നു. 38ാമത് ദേശീയ ഗെയിംസിൽ പുരുഷ വനിതാ വിഭാഗങ്ങളുടെ ബാസ്കറ്റ്ബോളിൽ കേരളത്തിന് വെള്ളി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടരുന്നു. ഇരുസഭകളിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി പ്രസംഗം നടത്തും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിൽ. 70-അംഗ നിയമസഭയിലേക്ക് നാളെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഈ മാസം 8-ന് നടക്കും. ഇന്ന് ലോക അർബുദ ദിനം. അർബുദ രോഗത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തുക, രോഗം മുൻകൂട്ടി കണ്ടുപിടിക്കുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക, ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് 2005 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക അർബുദ ദിനമായി ആചരിക്കുന്നത്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്നു മുതൽ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 വരെയുള്ള ആദ്യഘട്ട ക്യാമ്പയിനിൽ സ്ത്രീകളെ ബാധിക്കുന്ന സ്തനാർബുദം, ഗർഭാശയ ഗളാർബുദം എന്നിവയുടെ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കും. ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാതല പരിപാടികൾക്കും ഇന്ന് തുടക്കമായി. മറ്റ് രോഗം പോലെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണ് അർബുദവുമെന്ന് തിരുവനന്തപുരം RCC പാലിയേറ്റീവ് വിഭാഗം റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രശാന്ത് CV ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മറ്റേതൊരു രോഗത്തെയും പോലെ തടയാൻ കഴിയുന്ന, മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയുന്ന, നേരത്തെ കണ്ടെത്തിയാൽ പരിപൂർണമായി ഭേദമാക്കാൻ കഴിയുന്ന, ഇനി തെല്ല് വൈകിയാൽ രോഗത്തിന്റെ തീവ്രത കുറച്ച് കഷ്ടതകളില്ലാതെ ശിഷ്ടജീവിതം സാധ്യമാക്കാൻ കഴിയുന്ന രോഗം തന്നെയാണ് ക്യാൻസർ എന്ന തിരിച്ചറിവാണ് നമുക്ക് അനിവാര്യം. ഓരോ രോഗിയെയും മനുഷ്യനായി കണ്ടുകൊണ്ടുള്ള, രോഗത്തിനപ്പുറമുള്ള ലോകത്തേക്ക് രോഗിയെ നയിക്കാൻ പ്രാപ്തമായ ഒരു സമീപനമാണ് നമുക്ക് വേണ്ടത്. ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലും സൌജന്യ ഗർഭാശയ ഗള സ്തനാർബുദ നിർണയ പരിശോധന സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 252 2299 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പട്ടികവർഗ യുവജന സമ്പർക്ക പരിപാടി തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ജനതയാണ് ഭാവിക്കു വേണ്ടി വനവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച മന്ത്രി കെ രാജൻ പറഞ്ഞു. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരാണ് നാളെയുടെ വഴികാട്ടികളാകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും ഇത് പലതും നേരിൽ കണ്ടും പഠിച്ചും വേണം മുന്നോട്ട് പോകാൻ. പട്ടികവർഗക്കാർക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പങ്കാളിത്തത്തിൽ നടത്തിയാലേ ശരിയായ വിധത്തിൽ നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്ന വിധത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റൂ എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 200-ലധികം യുവാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഭാഗമായി ഒഡീഷ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ സംഘാംഗങ്ങൾ നടത്തിയ കലാഘോഷയാത്ര ശ്രദ്ധേയമായി. KSRTCയിൽ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്ക് തുടരുന്നു. ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സമരം. അതേസമയം പണിമുടക്ക് സ്ഥാപനത്തെ തകർക്കുമെന്നും ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കരുതെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. സംസ്ഥാനത്ത് ഏതാനും സ്ഥലങ്ങളിൽ KSRTC സമരം സർവീസിനെ ബാധിച്ചു. കൊല്ലത്ത് കൊട്ടാരക്കര ഡിപ്പോയിലെ 9 ബസ്സുകൾക്ക് ഇലക്ട്രിക് തകരാർ കണ്ടെത്തി. ബസ്സുകളുടെ തകരാർ പരിഹരിച്ച് സർവീസ് നടത്തി. തകരാർ വരുത്തിയത് സമരക്കാരാണെന്ന് ഇടത് യൂണിയനുകൾ ആരോപിച്ചു. തമ്പാനൂർ ഡിപ്പോയിൽ സമരാനുകൂലികൾ ബസ് തടഞ്ഞു. പോലീസ് ഇടപെട്ട് സർവീസ് സുഗമമാക്കി. അധിക ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ KSRTC സർവീസ് നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 620 പോയിന്റ് ഉയർന്ന് 77,807ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 188 പോയിന്റ് നേട്ടത്തിൽ 23,550ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 840 രൂപ ഉയർന്ന് 62,480 രൂപയും ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 7,810 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ജനുവരിയിലെ റേഷൻ വിതരണം നാളെ വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച റേഷൻ കടകൾ അടച്ചിടും. ഈ മാസത്തെ റേഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ 4ാം ദിനമായ നാളെ ഹിന്ദു ഏകതാ സമ്മേളനം RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച പരിസ്ഥിതി സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. ഈ മാസം 9 വരെ നടക്കുന്ന ആധ്യാത്മിക സഭകളിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാനതല അമച്വർ നാടക മത്സരം ഈ മാസം 16 മുതൽ 21 വരെ തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ നടക്കും. ദക്ഷിണ മേഖല അമച്വർ നാടക മത്സരത്തിൽ നിന്നും 2 നാടകങ്ങൾ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടി. മാക്ബത്ത് ദി ലാസ്റ്റ് ഷോ, മാടൻ മോക്ഷം എന്നീ നാടകങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ കോട്ടാങ്ങൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ വലിയ പടയണി ഇന്ന് നടക്കും. രാത്രി 12-നാണ് വലിയ പടയണി ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. മണ്ണും മനുഷ്യനും ഒന്നാകുന്ന കോട്ടാങ്ങൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ പടയണിക്കാലത്തിന് സമാപനം കുറിച്ച് ഇന്ന് അർദ്ധരാത്രി വലിയ പടയണി നടക്കും. വൈകിട്ട് മഹാഘോഷയാത്രയും മഠത്തിൽ വേലയും വിളക്കും നടക്കും. സകല ദുരിത ദോഷങ്ങളിൽ നിന്നും നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കണമേ എന്ന കാവിലമ്മയോടുള്ള പ്രാർത്ഥനയോടെ ധനുമാസത്തിലെ ഭരണിനാളിൽ ചൂട്ടുവച്ച് ആരംഭിക്കുന്ന പടയണിക്കാലത്തിനാണ് നാളെ പുലർച്ചെ സമാപനമാവുക. 151 പാള ഭൈരവിക്കോലം രാത്രി 1 കളത്തിലെത്തും. നാളെ ഭരണിനാളിൽ ഇരുകരക്കാരും പുലവൃത്തം പാടിത്തുള്ളി മത്സരപ്പടയണിക്ക് ശുഭാന്ത്യം കുറിക്കും. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് മെഡൽ നേട്ടം. പുരുഷ വനിതാ വിഭാഗങ്ങളുടെ 3x3 ബാസ്കറ്റ്ബോളിൽ കേരളം വെള്ളി കരസ്ഥമാക്കി. വനിതകളുടെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ നീന്തൽ താരം ഹർഷിത ജയറാം ഫൈനലിൽ പ്രവേശിച്ചു. മെഡൽ പട്ടികയിൽ കർണാടക 1ാം സ്ഥാനത്തും സർവീസസ് 2ാം സ്ഥാനത്തും മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. കേരളം പട്ടികയിൽ 10ാമതാണ്. കോട്ടയത്ത് ഭിന്നശേഷിക്കാർക്കായി പ്രധാനമന്ത്രി ദിവ്യാശ കേന്ദ്രം അനുവദിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അഠാബ്ലെ ഉറപ്പു നൽകിയതായി PT ഉഷ MP. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ സമീപ മാസങ്ങളിൽ വയോശ്രീ ക്യാമ്പുകൾ നടത്തുമെന്നും PT ഉഷ പറഞ്ഞു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷി കലാകാരന്മാർ പങ്കെടുക്കുന്ന ദിവ്യ കലാമേളയും കോഴിക്കോട് നടത്തും. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡമനുസരിച്ചാണ് ധനസഹായം അനുവദിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിവ് നടത്തിയാൽ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ MP. കിഫ്ബി പദ്ധതികളിലെ ക്രമക്കേടും ചട്ടവിരുദ്ധമായ വായ്പകളുമാണ് നിലവിലെ ധനപ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം കിഫ്ബി റോഡിൽ ടോൾ പിരിവ് ഉടൻ നടത്തില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വരുമാനം കണ്ടെത്തുന്നതിനുള്ള പദ്ധതികൾ സംബന്ധിച്ച് കിഫ്ബി പഠനം നടത്തിവരുന്നതായും മന്ത്രി വ്യക്തമാക്കി. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ തെളിവെടുപ്പിനായി എത്തിക്കുന്നതിനായി പ്രദേശത്ത് വൻ പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിനെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി. ഹരികുമാറിനെ 7-ാം തീയതി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകി. ക്രിസ്മസ് നവവത്സര ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നാളെ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടരുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി ഇന്ന് മറുപടി നൽകും. ക്യാൻസറിനെതിരെ പോരാട്ടം ശക്തമാക്കാമെന്ന സന്ദേശവുമായി ഇന്ന് ലോക അർബുദ ദിനം. ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന് മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ജനതയാണ് ഭാവിക്ക് വേണ്ടി വനവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതെന്ന് മന്ത്രി K. രാജൻ. പട്ടികവർഗ യുവജന സമ്പർക്ക പരിപാടി തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന്റെ വില ആദ്യമായി 62,000 രൂപ കടന്നു. 38ാമത് ദേശീയ ഗെയിംസിൽ പുരുഷ വനിതാ വിഭാഗങ്ങളുടെ ബാസ്കറ്റ്ബോളിൽ കേരളത്തിന് വെള്ളി.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.